എന്താണ് ഗൈസ് ഇങ്ങനെ ഞാനിങ്ങനെ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാലൂസ് വ്ലോഗ്സ്. കോഴിക്കോട് പോണേ ന്യൂ ഔട്ട്ഫിറ്റ് ഫ്രം സാറ ബോട്ടിക്. അവസാനം അറിയുന്നത് വരുന്നത് ഇത് ആലിയ ബോട്ടിക്. സ്ലിം ഫിറ്റ് ഡ്രസ്സാണ്. ഇത് ഓവർ സൈസ് ഷർട്ടാണ്. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അതിസാഹസികമായ ഒരു പട്ടി ഷോ ആണ്. അങ്ങനെ അതെടുത്തു. അപ്പോൾ നമ്മൾ നേരെ പോകുന്നുള്ളത് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ക്യാൻസലായി. മംഗലാപുരം പോകാനാണ്. ഹോസ്പിറ്റലിൽ 2-3 കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. അങ്ങനെ മംഗലാപുരത്തേക്ക് പോകാമെന്നിട്ടാ. അങ്ങനെ ടിക്കറ്റിനവിടെ കുറേ ബഹളാക്കി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക സംസാരിച്ചുകൊണ്ടൊക്കെ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാം സ്കിപ്പ് അടിക്കാണ്ട് കാണാം. നേരെ വീഡിയോ. കടലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഗൈസ്. ഇത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ട്രെയിനൊക്കെ വന്ന് ട്രെയിനിൽ നമ്മൾ കയറി. ട്രെയിൻ ഇപ്പോൾ ജസ്റ്റ് മിസ്സായിട്ടേനും എങ്ങനെയല്ലോ കയറിയിട്ട് വരുന്നതാണ്. സോ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നല്ല സ്പീഡ് പോകുന്ന എന്താ പറയുന്ന ട്രെയിനാണ്. എന്താ പറയുക, സ്പീഡിൽ പോകുന്നതിനെന്തോ പറയില്ലേ, ഈ മറന്നു അതുകൊണ്ട് അന്ന് കാട്ടെ. അതിനിടയ്ക്ക് കടലക്കച്ച വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കച്ച എല്ലാവരും ഷെയർ ആക്കിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം മംഗലാപുരം എത്താനായിട്ടുണ്ട്. സോ ഇങ്ങനൊരു പാലം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങോട്ട് പോവാണ്. സോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സോ അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ മാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. മാംഗ്ലൂർ എത്തിയപ്പോൾ തന്നെ ഹോട്ടലിൽ കയറി. ഈ ഒരു ഹോട്ടലിൽ കയറിയാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, അടുത്ത എനിക്ക് പൊതുവെ ഹോട്ടലൊന്നും ഇഷ്ടപ്പെടില്ല, ഫുഡ് കാര്യങ്ങളൊന്നും. അത് ഞാൻ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയോ എന്തായിരുന്നു മീൻ പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. സോ മീൻ പൊരിച്ച് വാങ്ങിയിട്ടില്ല കേട്ടോ. ഭയങ്കര സ്മെല്ല് തോന്നി. ഞാൻ പറഞ്ഞു വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചു. പിന്നെ ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഭയങ്കര എന്താ പറയുന്നത്, ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ഫുഡും അവിടുത്തെ ഫുഡായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അന്നൊരു ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റൊന്നും വാങ്ങിയില്ലായിരുന്നു. സോ എന്താ പറയുന്നത്, അപ്പോൾ നമ്മൾ നോക്കി വേണമല്ലോ ഓർഡർ ചെയ്യാൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കി മെനു ഒക്കെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തത്. സോ പിന്നെ ചോറ് പിന്നെ നമ്മുടെ നാട്ടിൽ പോലെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ കറിയും വേറെ പരിപ്പറിയില്ലേ താള്, അതൊക്കെ വേറെ തന്നെ ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഉമ്മാൻ്റെ ഫോണ് ശരിയാക്കാനുണ്ടായിട്ട് അതിനെല്ലാം ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടിൽ എന്താ പറയുന്നത്, സൗണ്ട് ഇതാക്കുന്നില്ലേ, സൗണ്ട് കൂട്ടുന്ന ആ സാധനവും ആ ബോർഡ്, സ്വിച്ച് ബോർഡും പിന്നെ സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ചെറിയ സൈഡിലൊരു ഷോപ്പ്, അവൽ മിൽക്കൊക്കെ വിൽക്കുന്ന. ആ ഒരു ചെറിയ ഷോപ്പിൽ ആ ഏട്ടൻ നല്ല പണിയെടുത്തിട്ട് തന്നെ വിൽക്കുന്നുണ്ട്. എല്ലാ സാധനവും ഉണ്ട്. എല്ലാ കസ്റ്റമറേയും മാനേജ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അവൽ മിൽക്ക് സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് ചെരുപ്പ് കണ്ടായി. ചെരുപ്പ് എന്ന് വെച്ചാൽ അവൾക്ക് കാക്ക് ഷൂ ഇട്ടിട്ട് എന്താ പറയുക, കാല് വേനെടുത്ത്. അപ്പോൾ അവിടെ നിന്നൊരു ചെരുപ്പ് വാങ്ങിയിട്ടും ഇട്ടിട്ട് അതാണ് സംഭവം. പിന്നെ എന്താ പറയുന്നത്, അവൽ മിൽക്ക് വേഗം കുടിച്ച് തീർത്ത് പിന്നെ അതിന് പിടിച്ച് നടക്കണ്ടല്ലോ വെച്ചിട്ട് വേഗം കുടിച്ചിട്ട് അടങ്ങടി വിട്ട് പിന്നെ നമ്മൾ നേരെ ഉള്ളിൽ കയറി. സോ
ഇപ്പോൾ ഭയങ്കര വേനയാണ് കേസ് എല്ലായിടത്ത് പോകാനാണെങ്കിൽ വരാനാണെങ്കിൽ ഒന്ന് വേന തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലല്ലേ ഇപ്പോൾ. ഒന്നാമത്തെ ഇപ്പോഴത്തെ വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്, താങ്ങാനേ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടാണ് 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ഇത് ഇവിടെ കഴിച്ച് ഫോറം മാള് അല്ല സിറ്റി സെൻറ്ററാണ്. സിറ്റി സെൻറ്ററിലാണ് ഏതിട്ടാ നടപ്പില്ല. നോർമലല്ലോ. അപ്പോൾ ഓണാക്കിയിട്ടുണ്ടല്ലോ ചില്ലി പിന്നല്ലോ. നമ്മ ഭയങ്കര കണ്ണകത്തിലാണ്. പിന്നെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു ഗൈസ്. ഒരു ബർഗറിനും ഇപ്പം അത് കാണില്ലേ ഈ സാധനം ഇതിന് എത്രയാണെന്ന് ഗൈസ് ഓർമ്മയില്ല. 99 രൂപ കേട്ടോ. 99 രൂപയാണ് ഈ 2 കൂടിയിട്ട് വരുന്നത്. ഇതിനുള്ളിലൊരു പാറ്റിയും പിന്നെ എന്തോ കക്കിരിയെന്നോ ഉണ്ടായെന്ന് തോന്നുന്നു, കുക്കുംബറും പിന്നെ 2 ഉള്ളി ഒനിയനും തോന്നുന്നു. അങ്ങനെ അത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പാങ്ങണ്ട നോക്കിയിട്ട് 2ാമത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇത് കണ്ടില്ല, ഇപ്പം ഞാൻ തിന്നിട്ട് പിന്നെ തിന്നുന്നുണ്ട്. ഇപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യാണ്. അപ്പോൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പൈസക്ക് അത് വേർത്താണ്. അങ്ങനെ പിന്നെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അർഷാനാറിന് വേണ്ടിട്ടാകുമ്പോൾ ഞാൻ കഴിച്ച് എന്നിട്ട് അത് ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലേസൊക്കെ എടുത്തിട്ട് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ പർച്ചേസിങ് ചെയ്യാണ്. വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നമ്മൾ 3 പീസ് ഫ്രീ. അങ്ങനെ ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് കയറിയിട്ടായോ. സോ ഒന്നും ബ്ലോഗൊന്നും എടുക്കാൻ മാക്സിമം കവർ ആക്കിയിട്ടുണ്ട്. ഭയങ്കര ടയർഡാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ബില്ലടിക്കാണ് കേട്ടോ. അടുത്ത കുറച്ച് സാധനം പർച്ചേസ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അതുപോലെ ഇങ്ങോട്ടേക്കും കെട്ടി വലിച്ച് കൊണ്ടുവരണ്ടേ, അത് ഒരു റിസ്ക്കാണ്. അങ്ങനെ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ പോപ്കോണും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ നേരെ ട്രെയിനിന് സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ടയും ചില്ലി ചിക്കനുമാണ്. കാഞ്ഞങ്ങാട് എത്തിയിട്ടാകുമ്പോൾ ഏകദേശം ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.